കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 ലോക്സഭാ മണ്ഡലങ്ങളും UDFന് അനുകൂലമായി നിന്നപ്പോൾ ഇടതുപക്ഷത്തിന് ആകെ ആശ്വാസമായി നിലനിന്ന ലോക്സഭാ മണ്ഡലം അത് ആലപ്പുഴ ലോക്സഭാ മണ്ഡലമാണ്. അങ്ങനെ 20-ൽ 19 ഇടത്തും വിജയിച്ച് UDFന്റെ എംപിമാർ ലോക്സഭയിലേക്ക് പോയപ്പോൾ ആലപ്പുഴയിൽ നിന്ന് പോയത് ഇടതുപക്ഷത്തിന്റെ എംപി ആയ AM ആരിഫ് ആയിരുന്നു. ഇക്കുറിയും മത്സരിക്കുന്നത് AM ആരിഫ് തന്നെയാണ്. എന്നാൽ കഴിഞ്ഞ തവണത്തെ പോലെ ഒരു വിജയം ആലപ്പുഴയിൽ AM ആരിഫിന് ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അത് കുറച്ചു പ്രയാസമാണെന്ന് തന്നെ പറയാം. അതിന് കാരണങ്ങൾ പലതാണ്. ഏറ്റവും ആദ്യത്തെ കാരണം AICCയുടെ ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു പോയ KC വേണുഗോപാൽ 2019 ഷാനിമോൾ ഉസ്മാന് വേണ്ടി കളമാറി കൊടുത്തപ്പോൾ അവിടെ പരാജയം നേരിടേണ്ടി വന്നെങ്കിൽ പോലും ഇപ്പോൾ വീണ്ടും വിജയം സുനിശ്ചിതമാക്കുവാൻ 20-ൽ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും UDFന് വിജയിക്കണമെന്ന അടിയുറച്ച വിശ്വാസത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനത്തിന്റെ പുറത്ത് KC വേണുഗോപാൽ വീണ്ടും ആലപ്പുഴയുടെ സ്ഥാനാർത്ഥിയായി 2024 മത്സരിക്കുമ്പോൾ അത് AM ആരിഫിന് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായി, നിലവിൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിന്റെ കീഴിൽ വരുന്ന കായംകുളം അടക്കമുള്ള ചില ഇടങ്ങളിൽ പാർട്ടിക്കുള്ളിൽ വലിയ ഭിന്നതയാണ്. ആ ഭിന്നതയിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നിൽക്കുന്നത് കായംകുളം തന്നെയാണ്. കൃഷ്ണപുരം ജില്ലാ പഞ്ചായത്ത് അംഗവും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ഒക്കെ ആയിരുന്ന ബിപിൻ സി ബാബുവിന്റെ മാതാവ് ഇടതുപക്ഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വനിതാ നേതാവായ KL പ്രസന്നകുമാരി ഇപ്പോൾ രാജിക്കത്ത് സമർപ്പിച്ചിരിക്കുകയാണ് പാർട്ടിയിൽ. പാർട്ടി ശരിയായ ദിശയിലല്ല പോകുന്നത് എന്നൊക്കെ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഇരുവരും രാജിക്കത്ത് സമർപ്പിച്ചത്. എന്നാൽ അതിനുള്ളിൽ മറ്റു ചില പ്രശ്നങ്ങൾ കൂടി നിലനിൽക്കുന്നുണ്ട്. ബിപിൻ സി ബാബു പാർട്ടിക്ക് നൽകിയ ഒരു വലിയ കത്ത്, ആ കത്തിന്റെ ഉള്ളടക്കം ഞെട്ടിക്കുന്നത് തന്നെയായിരുന്നു. INTUCയുടെ നേതാവായിരുന്ന സത്യനെ പാർട്ടി നേതൃത്വം കൊന്നപ്പോൾ അതിനെപ്പറ്റി യാതൊന്നും അറിയാത്ത തന്നെ പ്രതിയാക്കി പാർട്ടി എന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ കത്തിന്റെ ഉള്ളടക്കം. ഇത് പാർട്ടിയെ കാര്യമായ രീതിയിൽ ബാധിക്കുമെന്ന് ബോധ്യമുള്ള ഇടതുപക്ഷ നേതാക്കന്മാരും 2019 ഇടതുപക്ഷത്തിന് ആകെ ലഭിച്ച ആലപ്പുഴ ലോക്സഭാ മണ്ഡലം കൈവിട്ടു പോകുമെന്ന് തോന്നിയപ്പോൾ കായംകുളത്തെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ പ്രത്യേക യോഗം ഏരിയ കമ്മിറ്റിയിൽ വിളിച്ചു ചേർത്തപ്പോൾ KL പ്രസന്നകുമാരി ബിപിൻ സി ബാബുവും അനുനയ ചർച്ചയ്ക്കൊന്നും വിധേയപ്പെട്ടില്ല. ഒടുവിൽ സാക്ഷാൽ ഗോവിന്ദ മാസ്റ്ററുടെ ആവശ്യപ്രകാരം സജി ചെറിയാൻ തന്നെ നേരിട്ടെത്തി. മന്ത്രി സജി ചെറിയാൻ KL പ്രസന്നകുമാരിയെയും ബിപിൻ സി ബാബുവിനെയും ഇന്ന് പാർട്ടി കമ്മിറ്റിയിൽ എത്തിച്ചു. അവിടെ വെച്ച് തീരുമാനവും എടുത്തു. പാർട്ടി ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പിനെ മുന്നോട്ട് നയിക്കണം. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പിന്നീട് പരിഹരിക്കാം. എന്നാൽ ബിപിൻ സി ബാബു പാർട്ടിക്കെതിരെ നടത്തിയ ഈ നീക്കത്തെ കാര്യമായ രീതിയിൽ പാർട്ടിക്കുള്ളിൽ വലിയ സംസാര വിഷയമാക്കിയിട്ടുണ്ട്. പാർട്ടി നേതൃത്വത്തെ അത് ചൊടിപ്പിച്ചിട്ടുമുണ്ട്. എന്നാൽ താൽക്കാലികമായി ഈ വിഷയത്തെ ഒന്നും മുഖ്യധാരയിലേക്ക് എത്തിക്കണ്ട എന്ന പാർട്ടിയുടെ നിലപാട് തന്നെയാണ് ഈ രമ്യതയിലുള്ള പരിഹാരത്തിന്റെ കാരണവും. ബിപിൻ സി ബാബുവിനെ അടക്കം പാർട്ടിയിൽ നിന്ന് അച്ചടക്ക നടപടിയിൽ പുറത്താക്കിയ എല്ലാവരെയും തിരിച്ചെടുക്കാമെന്ന തീരുമാനം പാർട്ടി കൈക്കൊള്ളുകയായിരുന്നു. എന്നാൽ ബിപിൻ സി ബാബുവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് ഇത്തരത്തിൽ കത്ത് തയ്യാറാക്കി അയച്ചതിനായിരുന്നില്ല. മറ്റൊരു സ്ത്രീയുമായുള്ള ബിപിൻ സി ബാബുവിന്റെ ബന്ധത്തെ ഭാര്യ ചോദ്യം ചെയ്തപ്പോൾ ഭാര്യയെ മർദ്ദിച്ചു എന്നാണ് ഭാര്യ ഇടതുപക്ഷ നേതാക്കന്മാർക്കും ഏരിയ കമ്മിറ്റിക്കും നൽകിയ പരാതി. ആ പരാതിയെ തുടർന്ന് ND ഗോവിന്ദൻ മാസ്റ്ററുടെ ഒറ്റ നിർബന്ധപ്രകാരം പാർട്ടിയിൽ നിന്ന് ബിപിൻ സി ബാബുവിനെ 6 മാസത്തേക്ക് വിലക്കുകയായിരുന്നു. എന്നാൽ അത്തരത്തിൽ അച്ചടക്ക നടപടിയിൽ പുറത്താക്കിയ എല്ലാവരുമായി ഉടൻ തന്നെ ഇടതുപക്ഷ നേതാക്കന്മാർ ചർച്ച നടത്തുകയും ഈ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിന് ലഭിക്കുമെന്ന് ഉറച്ച വിശ്വാസമുള്ള ആലപ്പുഴ ലോക്സഭാ മണ്ഡലം കൂടി കൈവിട്ട് കളയാൻ അങ്ങനെ ഉദ്ദേശമില്ലാത്തത് കൊണ്ടും എല്ലാവരെയും പാർട്ടിയിലേക്ക് തിരിച്ചു വിളിക്കുക എന്ന തന്ത്രപരമായ നീക്കത്തിന് തുടക്കം കുറിക്കുകയാണ് ആലപ്പുഴയിലെ ഇടതുപക്ഷ നേതാക്കന്മാർ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ആകെ ലഭിച്ച ആലപ്പുഴ കൈവിട്ടു പോകുമോ എന്ന ഭയത്തിന്റെ പുറത്തു തന്നെയാണ് ബിപിൻ സി ബാബുവിനെയും KL പ്രസന്നകുമാരിയെയും ഒക്കെ പാർട്ടിയിലേക്ക് അനുനയിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരുവാനുള്ള തന്ത്രപരമായ നീക്കത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. എന്നാൽ KC വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വം ഇടതുപക്ഷത്തെ കാര്യമായി ഭയപ്പെടുത്തുന്ന ഒന്നു തന്നെയാണ്. അടിത്തട്ടിലെ തകിടം മറിച്ചിലും പാർട്ടിയിലെ വോട്ട് ചോർച്ചയും ഒക്കെ പരിഹരിക്കുവാൻ ND ഗോവിന്ദൻ മാഷും സജി ചെറിയാൻ അടക്കമുള്ള ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ കാര്യമായ പണിപ്പുരയിലാണ്. കാര്യമായ ചർച്ചയും നേതാക്കന്മാരും പ്രവർത്തകരും തമ്മിൽ നടത്തുന്നുമുണ്ട്. കാരണം ആകെയുള്ള ആലപ്പുഴ ലോക്സഭാ മണ്ഡലം കൂടി കൈവിട്ടു പോയാൽ ഇടതുപക്ഷത്തിന്റെ കാര്യം കുറച്ചു കടുപ്പത്തിലായിരിക്കും.